തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് നിർണായക ദിവസമാണ്. ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. ശിക്ഷാവിധി സ്റ്റേ ചെയ്താൽ ആന്റണി രാജുവിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത. വിനീഷ് കുമാർ നമ്മുടെ പുതിയ റിപ്പോർട്ടറാണ്, തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനീഷ് കുമാർ, ഗുഡ് മോർണിംഗ്. നവാഗത പ്രതിഭയാണ്. നമ്മുടെ 24-നെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്ത് കുറേ കാലം പരിചയമുണ്ട്. എന്നാ ജോയിൻ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജോയിൻ ചെയ്തത്. ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഓക്കെ, താങ്ക് യു വിനേഷ് കുമാർ. നമ്മുടെ 24-ന്റെ പട്ടാളത്തിൽ താങ്കൾ അണിചേരുന്നു എന്നറിയുമ്പോൾ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഇനി വാർത്തയിലേക്ക്. താങ്ക് യു. അതായത് ആന്റണി രാജുവിന് ഇന്ന് നിർണായകമായ ഒരു ദിനമാണ്. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം പോലും അയോഗ്യമായിരിക്കുന്നു. ഒപ്പം തന്നെ 3 വർഷത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ അപ്പീൽ പരിഗണിക്കുന്നത്. ഈ അപ്പീൽ സ്റ്റേ ലഭിച്ചാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുക. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പോലും ഇരുളടയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, തൊണ്ടി തിരിമറി കേസിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ പൗരൻ്റെ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി എന്നുള്ളതാണ്. അതിൽ ചില മാറ്റങ്ങൾ ആ അടിവസ്ത്രത്തിൽ നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശിക്ഷ ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ ഓസ്ട്രേലിയൻ പൗരൻ ജയിലിൽ ഉണ്ടായിരുന്ന ജയിലിൽ കിടന്ന സമയത്ത് മറ്റൊരു തടവുകാരനോട് പറഞ്ഞ കാര്യമാണിത്. അത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അങ്ങനെ ആന്റണി രാജു എന്ന ജനപ്രതിനിധി പുറത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ മണിക്കൂറുകൾ നിർണായകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിധി അറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കമായിരിക്കും എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. LDF-ഉം അതുപോലെ തന്നെ ഇത് വളരെ സാഹുതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അപ്പീൽ പരിഗണിച്ച് സ്റ്റേ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു സാധ്യത ഇല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയില്ല. പൊതുപ്രവർത്തകനായി തുടരുക എന്നുള്ളത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിലെ ഏക വഴി. താങ്ക് യു വിനീഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.